ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് CA ഇൻ്റർ കോസ്റ്റിങ്ങിലെ പ്രോസസ് കോസ്റ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ എക്സാമ്പിളാണ്. ഒരു പ്രാക്ടിക്കൽ സിനാരിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അതിനുശേഷം നമ്മൾ നേരിട്ട് ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെ വരികയെന്ന്. പിന്നെ ഇലൂസ്ട്രേഷൻ 1 ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ നേരിട്ട് ഡിസ്കസ് ചെയ്യണത് നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ, നോർമൽ ഓർ അബ്നോർമൽ ലോസ്, ഗെയിൻ. പിന്നെ ഈ ക്വസ്റ്റ്യനിലെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ, ഈ ചാപ്റ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ വരുന്ന 4 എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ കവർ ചെയ്തതിന് ശേഷമാണ് നോർമൽ ലോസ്, അബ്നോർമൽ ലോസിൻ്റെ ഇലൂസ്ട്രേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലം മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഇക്വലൻ്റ് യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിന് നല്ല ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് യൂണിറ്റ് ഇവിടെ ഫോർമാറ്റ് വരുന്നുണ്ട്, ഇതെങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലസ്ട്രേഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് ഈ ഒരു ഏരിയ, പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത്. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നേരിട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ കംപ്ലീറ്റ് ഇലൂസ്ട്രേഷൻസും കംപ്ലീറ്റ് പ്രാക്ടിക്കൽ പ്രോബ്ലംസും വിത്ത് എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഫസ്റ്റ് നോക്കാം. പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഇവിടെ ഞാൻ എടുക്കുന്നത്, ഈ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുപാട് ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഗ്രിപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും എടുക്കാം പ്രാക്ടിക്കലി. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് റസ്ക്കാണ്. അപ്പോൾ ഈ റസ്ക് ബ്രാൻഡിൽ ഈ റസ്ക് മാർക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് 3 പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഈ റസ്കിനെ മൈദ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കും. എന്നിട്ട് രണ്ടാമത് പ്രോസസ്സിങ് സ്ലൈസിങ് ആണ്. ഇത് മെഷീനിലൂടെ ഈ ഒരു ഷേപ്പിലുള്ളതിനെ മെഷീനിലൂടെ കടത്തിയിട്ടിട്ട് കട്ടിങ് വരും. എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് ഇങ്ങനെ കട്ടിങ് ആയിട്ട് റസ്കിൻ്റെ ആ ഷേപ്പിലേക്കാവും. പിന്നെ അതിന് ശേഷം ഓവനിൽ ഇട്ടതിന് ശേഷം റസ്ക് കഴിക്കണ രൂപത്തിലേക്കാവും. പിന്നെ ലാസ്റ്റ് മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യണമെങ്കിൽ പാക്കിങ് വേണ്ടേ ലാസ്റ്റ്. അപ്പോൾ പാക്കിങ്. അപ്പോൾ ഇത്രയും 3 സ്റ്റേജിലൂടെ ആണെങ്കിൽ റസ്ക് എന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു 3 സ്റ്റേജിലൂടെ കഴിഞ്ഞാൽ ഈ റസ്ക് എന്തായി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയില്ലേ, ഫിനിഷ്ഡ് ഗുഡായി. ഇതിൻ്റെ മുകളിൽ സെല്ലിങ് ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വരുമ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ മുകളിൽ പ്രോഫിറ്റ് വരുമ്പോൾ എന്താവും സെയിൽ പ്രൈസായി. അത് നോക്കണം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സ്റ്റേജ് വരെയാണ് നമുക്ക് വേണ്ടത്. ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്ന വരെയാണ് ഓരോ പ്രോസസ്സിങ്ങിലും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ പ്രൊഡക്ഷന്, സ്ലൈസിങ്, പാക്കിങ് ഇതല്ല ഈ ഒരു എക്സാമ്പിളിൽ വന്ന പ്രോസസ്സിങ്. അപ്പോൾ ഈ ഓരോ പ്രോസസ്സിലും കോസ്റ്റുകളുണ്ടാവും.
അപ്പോൾ കോസ്റ്റ് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അതല്ലാണ്ട് ക്വസ്റ്റ്യനിൽ തരാണ് അതർ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും പാടി ആഡ് ചെയ്യാം. അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കണ്ട, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എടുക്കണം. ഡയറക്റ്റ് ലേബർ ഇപ്പം വരാണെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഫുൾ ഹിന്ദിക്കാർ, സ്ലൈസിങ്ങിലും പാക്കിങ്ങിലും മലയാളികളെ ഉപയോഗിച്ച്. അപ്പോൾ ഡയറക്റ്റ് ലേബേഴ്സിൽ എത്രയാണ് എക്സ്പെൻസ് വരുന്നത്, ലേബേഴ്സിന് എത്രയാണ് എക്സ്പെൻസ് വരുന്നത് അതെടുക്കുക. അങ്ങനെ ഓരോ പ്രോസസ്സിങ് സ്റ്റേജിൽ വരുന്ന എക്സ്പെൻസുകളെ നേരെ നെക്സ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് ഇതിൽ നിന്ന് വരുന്ന കോസ്റ്റുകൾ നെക്സ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് ആഡ് ചെയ്യാം. ലാസ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ മുകളിൽ ആ എക്സ്പെൻസ് വരിക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ ഉണ്ടോയെന്ന് കണ്ടെത്തിയിട്ട് അതിനെ വാല്യൂ ചെയ്യാം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഏരിയ. അപ്പോൾ അത് നമ്മൾ നോക്കും. കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റഡി മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു പ്രൊഡക്റ്റ് എത്ര പ്രോസസ്സിങ് വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രോസസ്സ് 1 പ്രോസസ്സ് 2 ആണ് ഉള്ളതെങ്കിൽ അപ്പോൾ 2 അക്കൗണ്ട് വരക്കുക, പ്രോസസ്സ് 1 പ്രോസസ്സ് 2 അക്കൗണ്ട് വരക്കുക. ക്വസ്റ്റ്യനിൽ പ്രോസസ്സ് 3 അക്കൗണ്ടും പാടി വേണമെന്നുണ്ടെങ്കിൽ അതും പാടി വരക്കുക, ഡിപ്പെൻഡ് അപ്പോൺ ക്വസ്റ്റ്യൻ. പിന്നെ സെയിം ഫോർമാറ്റാണ് ഓരോ പ്രോസസ്സിങ്ങിന് വരുന്നത്. ഇതാണ് പ്രോസസ്സിങ് കോസ്റ്റിൻ്റെ ഒരു ഫോർമാറ്റ്. ഇതേ ഫോർമാറ്റ് പർട്ടിക്കുലേഴ്സ്, യൂണിറ്റ്, കോസ്റ്റ്. ഇവിടെ ഫുൾ എക്സ്പെൻസുകൾ എടുക്കും. ഇപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ഏതാണോ പ്രോസസ്സിങ്ങിൽ വന്ന എക്സ്പെൻസ് ആ ഒരു പ്രോസസ്സിൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇനി അതർ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതർ എക്സ്പെൻസ് എടുക്കുക. എന്നിട്ട് ഇവിടെ നോർമൽ ലോസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിലിൽ നോർമൽ ലോസ് എന്ന് എഴുതിയിട്ട് വാല്യൂ ചെയ്യുക. അതിന് പുറമെ അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അബ്നോർമൽ ലോസും വർക്കിംഗ് നോട്ടായിട്ട് വാല്യൂസിൻ്റെ വർക്കിംഗ് നോട്ട് കൊടുക്കുക. അതേപോലെ അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും ഒപ്പരം വരില്ല, അതിലേതെങ്കിലും ഒന്നേ വരുള്ളൂ. പക്ഷേ നോർമൽ ലോസും അബ്നോർമലും വരും. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം ആ ഒരു ഏരിയ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ. നോർമൽ ലോസും അബ്നോർമൽ ഗെയിൻ എങ്ങനെ വാല്യൂ ചെയ്യാമെന്നും അതിനെങ്ങനെ മനസ്സിലാവാമെന്നും. പിന്നെ നേരെ ഇത് ലാസ്റ്റ് പ്രോസസ്സിങ് അല്ലേ, അപ്പോൾ പ്രോസസ്സ് 3 അല്ലേ. ഈ ഒരു പ്രൊഡക്റ്റിന് 3 പ്രോസസ്സാണ്. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സിങ് അത് ഇതിൽ നിന്ന് നേരെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് കൊടുക്കുക. ലാസ്റ്റ് ആയതുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് കൊടുക്കുക. ഇത് പ്രോസസ്സ് 3 ആയതുകൊണ്ട് നേരെ ട്രാൻസ്ഫർ ചെയ്യണത് ഫിനിഷ്ഡ് ഗുഡ്സൊക്കെ നേരെ ട്രാൻസ്ഫർ ചെയ്യണത്. ഇനിയിപ്പോൾ പ്രോസസ്സ് 1 2ൻ്റെ കേസാണെങ്കിൽ പ്രോസസ്സ് 1ലാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ ആദ്യം നോക്കണം കേട്ടോ, അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ നോക്കണം. ക്ലോസിംഗ് പറഞ്ഞാൽ നമ്മൾ നേരെ ട്രാൻസ്ഫർ ചെയ്യണത്. ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് 1ൽ ഓപ്പണിംഗ് ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഓപ്പണിംഗ് ആഡ് ചെയ്യാം. എന്നിട്ട് വരുന്ന ടോട്ടൽ എക്സ്പെൻസ് നോർമലി സെയിം തന്നെ. അതിൽ നിന്ന് നേരെ പ്രോസസ്സ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ പ്രോസസ്സ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് 2ലേക്ക് വരുമ്പോൾ
പ്രോസസ്സ് 1 എന്ന് ഇവിടെ എഴുതിയിട്ട് ആ ഒരു എക്സ്പെൻസ് ടോട്ടൽ കോസ്റ്റ് എത്ര എന്നത് അതായിരിക്കും നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് വരിക. ഇനി പ്രോസസ്സ് 2 ഏതൊക്കെ ക്വസ്റ്റ്യനിൽ തന്ന ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം. അതായത് സെയിം നോർമൽ ലോസ് അബ്നോർമൽ ഗെയിനോ ചെക്ക് ചെയ്യുക, അതിനെ വാല്യൂ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് തന്നെ എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് പ്രോസസ്സ് 3ലേക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ പ്രോസസ്സ് 3ക്ക് വരുമ്പോഴോ പ്രോസസ്സ് 3ൻ്റെ ഓപ്പണിംഗ് ആയിട്ട് പ്രോസസ്സ് 2 അക്കൗണ്ട് എന്നാണ്. ഇനി നേരിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ 1 ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രിപ്പ് കിട്ടും. Illustration 1. From the following data, prepare process account indicating the cost of each process and the total cost. The total unit passed through each process were 240 for period. Total unit. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലെ യൂണിറ്റ് എത്ര, ടോട്ടൽ യൂണിറ്റ് എത്ര, 240. അപ്പോൾ ഇത് നമ്മൾ മൈൻഡിൽ വെക്കുക. ഇനി ഓരോ പ്രോസസ്സിലും ഇപ്പോൾ ഇവിടെ 3 പ്രോസസ്സ് ഉണ്ട് ഈ പ്രൊഡക്റ്റിന്. പ്രോസസ്സ് 1, പ്രോസസ്സ് 2, പ്രോസസ്സ് 3. പ്രോസസ്സ് 1ൽ വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ 150,000, ഡയറക്റ്റ് ലേബർ 80,000, 26,000. ഇനി പ്രോസസ്സ് 2ൽ 50,000, 2,72,000. പ്രോസസ്സ് 3ലോ 20,000, 60,000, 25,000. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതർ എക്സ്പെൻസ്, ടോട്ടൽ അതർ എക്സ്പെൻസ് വരുന്നത് 85,000 ആണ്. 85,000 ആണ്. ഇതിനെ അപ്പോസ്മെൻറ്റ് ചെയ്യണം. അപ്പോസ്മെൻറ്റ് ചെയ്ത് ഓൺ ദ ബേസിസ് ഓഫ് വേജിൻ്റെ ബേസിലാണ് അപ്പോസ്മെൻറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വേജ് പറഞ്ഞാൽ ലേബറല്ലേ വേജ് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ 80:20:60 അല്ലേ, ചെറുതാക്കിയാൽ ഇങ്ങനെ വരിക 80:20:60. ഈ ഒരു റേഷ്യോയിൽ 85 എന്ന ടോട്ടൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ അപ്പോസ്മെൻറ്റ് ചെയ്യണം. അത്രയുള്ളൂ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ ഫസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ? ഓപ്പണിംഗ് ഇല്ല. ഓപ്പണിംഗ് സ്റ്റോക്കൊന്നും ഇല്ല ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര എമൗണ്ട്? 150,000 അല്ലേ. യൂണിറ്റ് ഇവിടെ പെർ യൂണിറ്റാ കോസ്റ്റ് തന്നെ, പെർ യൂണിറ്റ് കേട്ടോ, പെർ യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര റുപ്യ വരിക? 150/240 അല്ലേ. എല്ലാ കോസ്റ്റിനെയും 240 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര വരും? 625 അല്ലേ. ഇതേ സെയിം രീതിയിൽ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്
അപ്പം ഡയറക്റ്റ് ലേബർ ക്വസ്റ്റ്യൻ എത്ര വന്ന് 80,000. ഡയറക്റ്റ് എക്സ്പെൻസ് 26,000. ഇനി ഇതിനെ യൂണിറ്റ് പ്രൈസ് എത്ര പെർ യൂണിറ്റ് എത്ര 240 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം എത്ര തന്നെ 334 83 240 83 അല്ല 108. ഇനി എന്താ വർക്കിംഗ് നോട്ടായിട്ട് കൊടുക്കുന്നത്? വർക്കിംഗ് നോട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അപ്പോസ്മെന്റ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോസ്മെന്റ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പം എത്ര വരിക? പ്രോസസ്സ് 1-ലാകുമ്പോൾ 1-ക്ക് വരുമ്പോൾ എത്ര വരും? പ്രോസസ്സ് 1-ക്ക് വരുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് 85,000 അല്ല, 85,000 ഇൻറ്റു 8/34. ഇത് ഞാൻ ചെറുതാക്കിയിട്ടാട്ടോ ആക്കണേ. ഇൻറ്റു 8/34. അപ്പോൾ എത്ര വരും? 20,000. അതേമാതിരി പ്രോസസ്സ് 2-ലോ ഇതേ സെയിം രീതിയിൽ എത്രയാണ്? 85,000 ഇൻറ്റു 20/34 is equal to 50,000. പ്രോസസ്സ് 3-ൽ 85,000 ഇൻറ്റു 6/34 is equal to അങ്ങനെ പോഷൻ ചെയ്ത പോസ്റ്റ്മെൻ ചെയ്തതിനു ശേഷം അപ്പോൾ ഇവിടെ എമൗണ്ട് ഇല്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഫസ്റ്റത്തെ 20 അല്ലേ, പ്രോസസ്സ് 1-ലേക്ക് 20 വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 240 ചെയ്യുമ്പോൾ എത്ര വരും? 83 വരും. ഇനി ഇത് ടോട്ടൽ എത്ര എക്സ്പെൻസ് ഉണ്ട് നോക്കാം. ടോട്ടൽ എത്ര കോസ്റ്റ്? 2 lakh. ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ 2,76,000 അല്ലേ. ഈ 2,76,000
76,000 നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ആവില്ലേ? പ്രോസസ് 2 transfer to process 2. $276,000 total unit per cost per unit 15. ഇനി ഇത് നേരെ പ്രോസസ്സ് 1 കംപ്ലീറ്റ് ആയി. ഇനി പ്രോസസ്സ് 2ലേക്ക് വരുമ്പോൾ ഓപ്പണിങ്ങിൽ തന്നെ എന്ത് വരും? പ്രോസസ്സ് 1ൻ്റെ ക്ലോസിങ് ആയിരിക്കും. ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് നേരെ ഇതിലേക്കിടാം. പ്രോസസ്സ് per unit 1,150, 2,76,000. ഇനി പ്രോസസ്സ് 2ൽ ക്വസ്റ്റ്യനിൽ തന്ന ഡയറക്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ആദ്യം കണ്ടെത്തിന്. ഇപ്പോൾ 50 ആണ് ഇവിടെ തന്നെ. ക്വസ്റ്റ്യനിൽ തന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്രോസസ്സ് 2ൽ 50 ആണ്. 50,000. ഡയറക്റ്റ് ലേബർ 2 lakh ആണ്. അത് ഡയറക്റ്റ് എക്സ്പെൻസ് 72,000 ആണ്. ഇതിൻ്റെ യൂണിറ്റ് പെർ കോസ്റ്റ് നോക്കുക. ഡിവൈഡഡ് ബൈ 240 ചെയ്യുമ്പോൾ എത്ര വരും നോക്കാം. $208, ലേബർ 834, 300, 208. അപ്പോൾ ടോട്ടൽ വരുന്ന എത്ര ഉണ്ട്? ടോട്ടൽ യൂണിറ്റ് പെർ യൂണിറ്റ് 2,070 അല്ലേ? ടോട്ടൽ കോസ്റ്റ് 6,48,000. നേരെ പ്രോസസ്സ് 3ക്കല്ലേ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ പ്രോസസ്സ് 3 അക്കൗണ്ടിൽ നിന്ന് വരിക. അപ്പോൾ 6,48,000 per unit 2,070. അപ്പോൾ പ്രോസസ്സ് 2 കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് പ്രോസസ്സ്
ഇതേ സെയിം കൺസെപ്റ്റ് തന്നെ പ്രോസസ്സർ 3. അപ്പോൾ പ്രോസസ്സർ 3 നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ലാസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ലാസ്റ്റ് തന്നെ ഇപ്പോൾ പ്രോസസ്സർ 1 നിന്ന് പ്രോസസ്സർ 2 ട്രാൻസ്ഫർ ചെയ്ത് ലാസ്റ്റത്തെ പ്രോസസ്സർ 3 ആയതുകൊണ്ട് ലാസ്റ്റ് പോകേണ്ടത് ഫിനിഷ്ഡ് ഗുഡ്സ് ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് എഴുതുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇലസ്ട്രേഷൻ ഉണ്ട്. എമൗണ്ട് വരുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് 7,68,000 പെർ യൂണിറ്റ് 3,200. അപ്പോൾ ഓരോ പ്രോസസ്സും കഴിയുമ്പോഴും നമ്മളെ പെർ യൂണിറ്റ് കൂടുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോസ്റ്റ് എമൗണ്ട് കൂടുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഇലസ്ട്രേഷൻ 1 ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു, സ്റ്റഡി മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിൾ 1 നോർമൽ ലോസ് നോ റിയലൈസബിൾ വാല്യൂ. നോർമൽ ലോസിന് റിയലൈസബിൾ വാല്യൂ ഇല്ല, വിത്തൗട്ട് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ എങ്ങനെ വരും നോക്കുക ക്വസ്റ്റ്യനിൽ. എ പ്രൊഡക്റ്റ് പാസസ് ത്രൂ പ്രോസസ് 1 ആൻഡ് പ്രോസസ് 2. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് 2 പ്രോസസ്സാണ്, പ്രോസസ് 1 ആൻഡ് പ്രോസസ് 2. മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു പ്രോസസ് 1 എമൗണ്ടഡ് ടു മെറ്റീരിയലിന് 40, വേജ് 30, മാനുഫാക്ചറിങ് ഓവർഹെഡ് 27. നോർമൽ ലോസ് ആൻറ്റിസിപ്പേറ്റഡ് വാസ് 5% ഓഫ് ഇൻപുട്ട്. നോർമൽ ലോസ് ആൻറ്റിസിപ്പേറ്റഡ് ഇത് എത്ര, 5% ഓഫ് ഇൻപുട്ട്. നോർമൽ ലോസ് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ലോസ് അല്ലേ, അബ്നോർമൽ ലോസ് അല്ല, അൺഎക്സ്പെക്റ്റഡ് ലോസ്. അപ്പോൾ 5% ഓഫ് ഇൻപുട്ട് നോർമലി എല്ലാ വർഷവും ഉണ്ടാവുന്ന ലോസാണ്. ഇൻപുട്ട് എത്ര ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് ഇൻപുട്ട് ഇഷ്യൂ ചെയ്തത് 5,000 യൂണിറ്റ് ആണ്. അപ്പോൾ 5,000ൻ്റെ 5% പറഞ്ഞാൽ 250 യൂണിറ്റ് നോർമൽ ലോസ് ആണ്. ബാക്കി റിമൈനിങ് 4,750 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വെർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് 1. റിമൈനിങ് 4,750 യൂണിറ്റ് പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. ദർ വാസ് നോ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനും നെക്സ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യനും വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു 250 യൂണിറ്റ് ഇനി നോ റിയലൈസബിൾ വാല്യൂ ആണ്. 250 യൂണിറ്റിന് റിയലൈസബിൾ വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മെറ്റീരിയൽ എത്ര വരുന്നത്, മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ യൂണിറ്റ് 40,000 അല്ലേ, 40,000 ഡയറക്റ്റ് മെറ്റീരിയൽ വരും. യൂണിറ്റ് 5,000. ഇനി ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് ലേബർ അതാ വേജ്, പിന്നെ ഓവർഹെഡ്. ഡയറക്റ്റ് ലേബർ 30,000, ഓവർഹെഡ് 27,000.
നോർമൽ ലോസ് എത്ര വരും? നോർമൽ ലോസ് 5% ഓഫ് ഇൻപുട്ട് അല്ലേ? അപ്പോൾ ഇൻപുട്ട് 5000 ആണ്. 5000ൻ്റെ 5% പറഞ്ഞാൽ 250 അല്ലേ? 250 യൂണിറ്റ്. ഇതിന് സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട്, അതിൽ റിയലൈസബിൾ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതണ്ട, കോസ്റ്റിൻ്റെ കോളത്തിൽ എഴുതണ്ട. ഇനി റിമൈനിങ് എത്ര യൂണിറ്റ് ഉണ്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ? പ്രോസസ്സ് 2ലേക്ക് 4750 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 4750 യൂണിറ്റ് വാല്യൂ ചെയ്യുമ്പോൾ എങ്ങനെ വാല്യൂ ചെയ്യാൻ നോക്കാം. ടോട്ടൽ കോസ്റ്റ് എത്ര വരും ഇവിടെ? ടോട്ടൽ കോസ്റ്റ് യൂണിറ്റ് 5000, ടോട്ടൽ കോസ്റ്റ് 40,000, 30,000, 27,000. അപ്പോൾ മൂന്നും പാടി കൂട്ടിയാൽ 97,000 ആയിട്ട് വരും. 97,000. ഡെബിറ്റ് സൈഡ് മൊത്തം കൂട്ടിയാൽ 97,000 കിട്ടും. അപ്പോൾ 97,000 മൈനസ് ഇവിടെ നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 0 ആയിട്ട് വരും. നെക്സ്റ്റ് എക്സാമ്പിളിന് അതാണ് ചേഞ്ച് വരിക. യൂണിറ്റ് പറയുമ്പോൾ 5000 യൂണിറ്റിൽ നിന്ന് മൈനസ് നോർമൽ ലോസിൻ്റെ യൂണിറ്റ് 250 യൂണിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് യൂണിറ്റ് 4750 അല്ലേ? അപ്പോൾ എത്ര ഒരു എമൗണ്ട്? $97,000 തന്നെ. എക്സാമ്പിൾ 2 നോർമൽ ലോസ് വിത്ത് റിയലൈസബിൾ വാല്യൂ ആണ് ഈ ഒരു എക്സാമ്പിളിൽ. തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ റിയലൈസബിൾ വാല്യൂ ഇല്ലായിരുന്നു. ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ റിയലൈസബിൾ വാല്യൂ ഈ ഒരു എക്സാമ്പിളിൽ 2 per യൂണിറ്റ് ആണ്. ഡാമേജ് തുടങ്ങിയ യൂണിറ്റ് അല്ല, അപ്പോൾ കമ്പാരിറ്റീവ്ലി ലോവർ പ്രൈസ് ആയിരിക്കും. ഇനി അങ്ങനെ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൻ്റെ ആൻസറിൽ വന്നത് നോർമൽ ലോസ് 250 യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നോർമൽ ലോസ് വാല്യൂ ചെയ്തത് 2 per യൂണിറ്റ് അല്ലേ? അപ്പോൾ 2 × 250 500 കോസ്റ്റായി. ഇനി പ്രോസസ് 2 അക്കൗണ്ട് യൂണിറ്റ് ട്രാൻസ്ഫർ ടു പ്രോസസ് 2 4750 യൂണിറ്റ് അല്ല. അപ്പോൾ ഇവിടെ വാല്യുവേഷന് ചേഞ്ച് വരും. ഇവിടെ സ്ക്രാപ്പിന് വാല്യൂ ചെയ്തില്ല. അപ്പോൾ 97,000 മൈനസ് 500 ബൈ യൂണിറ്റ് 5000 യൂണിറ്റ് മൈനസ് 250 യൂണിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എത്ര യൂണിറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് 2ലേക്ക്? 4750 അല്ലേ? അപ്പോൾ എത്ര വരും എമൗണ്ട്? $96,000
96,500 അല്ലേ? ഈ രണ്ട് ഏരിയയിലാണ് ഇപ്പോൾ ഡിഫറൻസ് വന്നത്. 500ഉം ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്. ഇനി എക്സാമ്പിൾ 3, അബ്നോർമൽ ലോസ് വിത്ത് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ തൊട്ട് മുമ്പത്തെ സെയിം എക്സാമ്പിൾ തന്നെ. നോർമൽ ലോ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത 5% ഓഫ് ഇൻപുട്ട് 5000 യൂണിറ്റ് ആണ്. 5000 യൂണിറ്റിൻ്റെ 5% പറഞ്ഞാൽ 250 യൂണിറ്റ് നോർമൽ ലോസ്. ഇനി അബ്നോർമൽ ലോസ് ഉണ്ടെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത്? നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ് പറഞ്ഞാൽ 4550 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ എത്ര യൂണിറ്റാണ് ഷോർട്ടേജ് എന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ ഇൻപുട്ട് ചെയ്തത് 5000 യൂണിറ്റ്, അതിൽ നോർമൽ ലോസ് എന്നത് 250 യൂണിറ്റ്. ഇനി അബ്നോർമൽ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് 4550 യൂണിറ്റ്. അതിൽ റിമൈനിങ് എത്ര പോർഷൻ ഷോർട്ടേജ് ഉണ്ട്? അതാണ് 200 യൂണിറ്റ്. ഈ 200 യൂണിറ്റ് ആണ് എന്ത്? അബ്നോർമൽ ലോസ് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ നോർമൽ ലോസ് വിത്ത് റിയലൈസബിൾ വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ചേഞ്ച് എന്താ വരുന്നത് നോക്കുകയാണെങ്കിൽ, പ്രോസസ് യൂണിറ്റ് ട്രാൻസ്ഫർ ടു പ്രോസസ് ടു അക്കൗണ്ട്. ഇവിടെ എമൗണ്ട് കോസ്റ്റ് മാറും. പിന്നെ പുതുതായിട്ട് അബ്നോർമൽ ലോസ് തന്നെ അക്കൗണ്ട്. അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റ് ആയിരുന്നു? 200 യൂണിറ്റ് അബ്നോർമൽ ലോസ് തന്നെ. ഇനി യൂണിറ്റ് ട്രാൻസ്ഫർ ടു പ്രോസസ് ടു അക്കൗണ്ടും അബ്നോർമൽ ലോസ് യൂണിറ്റും ഇതിൻ്റെ വാല്യൂ എങ്ങനെ വരുന്നത് നോക്കാം. യൂണിറ്റ് ട്രാൻസ്ഫർ ടു പ്രോസസ് ടു അക്കൗണ്ടിലേക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്തില്ലേ? 4550 യൂണിറ്റാണ് ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ്. ഇപ്പോൾ എമൗണ്ട് വരുന്നത് 92,437. സെയിം രീതി തന്നെ. അബ്നോർമൽ ലോസ് വന്നിരാച്ച് നോർമൽ ലോസ് ഡിഡക്റ്റ് ചെയ്യണ അതിൽ ഇവിടെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസ് ആണ്. അപ്പോൾ അബ്നോർമൽ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. 5000 ഇൻറ്റു എത്ര അബ്നോർമൽ ലോസ് വരുന്നത്? 200 യൂണിറ്റ്. അപ്പോൾ അബ്നോർമൽ ലോസിൻ്റെ വരല് കോസ്റ്റ് 4063, ടോട്ടൽ 79,000 വരും. അപ്പോൾ ഇതാണ് അബ്നോർമൽ ലോസിൻ്റെ കേസ് തന്നെ. ഇനി അബ്നോർമൽ ഗെയിൻ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ അബ്നോർമൽ ഗെയിൻ അബ്നോർമൽ ഗെയിൻ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര യൂണിറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്ക്. നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എത്ര യൂണിറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 4850 അല്ലേ? അപ്പോൾ ഇൻപുട്ട് ഇഷ്യൂ ചെയ്തത് 5000 യൂണിറ്റാണ്. അതിൽ നോർമൽ ലോസ് എന്നത് 250 യൂണിറ്റ്. ട്രാൻസ്ഫർ ചെയ്യുന്നത് 4850.
അപ്പോൾ ഇത് രണ്ടും പാടെ ആഡ് ചെയ്താൽ എത്ര ഉണ്ട്? 5100 ആയില്ലേ? എന്നാൽ ഈസിയർ ഇൻപുട്ടിനായിട്ടും കൂടുതലായി, 100 കൂടുതലായി. ഇതാണ് അബ്നോർമൽ ഗെയിന്. അപ്പോൾ തൊട്ട് മുമ്പ് വാല്യൂ ചെയ്തത് സെയിം തന്നെയാണ്, പക്ഷേ ക്രെഡിറ്റ് സൈഡിലല്ല ഡെബിറ്റ് സൈഡിലേക്കാവും. സൊല്യൂഷൻ നോക്കാം. ഇവിടെ വരുമ്പോൾ അബ്നോർമൽ ലോസ് പോയി, പകരം അബ്നോർമൽ ഗെയിൻ വന്ന്. അബ്നോർമൽ ഗെയിൻ എത്ര യൂണിറ്റ്? 100 യൂണിറ്റ്. പിന്നെ പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റിന് ചേഞ്ച് ചെയ്യുന്നത് എത്ര എമൗണ്ട് തന്നെ? 750 ഉള്ള മാറിയിട്ട് 850 ആയി. അപ്പോൾ ഇനി വാല്യൂ ചെയ്യുമ്പോൾ നോക്കേണ്ടത് 850 വാല്യൂ ചെയ്യുമ്പോൾ സെയിം തന്നെ. അബ്നോർമൽ ഗെയിൻ വന്ന് രാജിച്ചിട്ടും വാല്യൂഷന് മാറുന്നില്ല. നോർമൽ ലോസ് വാല്യൂ ചെയ്യുമ്പോൾ ഡിഡക്റ്റ് ചെയ്യേണ്ട നോർമൽ ലോസാണ് നമ്മൾ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക, ഇനി മറക്കൂല. എത്രയാണ് യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യണത്? ട്രാൻസ്ഫർ ചെയ്യണ യൂണിറ്റ് 4850 യൂണിറ്റ് അല്ലേ? അപ്പോൾ എമൗണ്ട് എത്ര വരും? എമൗണ്ട് 98,532. ഇതാണ് തന്നെ. ഇനി അബ്നോർമൽ ഗെയിന് 100 യൂണിറ്റ് വരുമ്പോൾ എത്ര വരുന്നുണ്ട്? 2032. ഇവിടെ ടോട്ടൽ വരുമ്പോൾ ചേഞ്ച് ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? 99,032. 99,032. പിന്നെ യൂണിറ്റ് ചെയ്തില്ലേ? യൂണിറ്റ് ചേഞ്ച് ചെയ്ത് 5100 ആയി. 5100 ഇത്രേ ഉള്ളൂ. നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിന്. നോർമൽ ലോസ് വരുമ്പോൾ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ മാത്രം എമൗണ്ട് ഇവിടെ എഴുതിയാൽ മതി. സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ നില്ലിടുക, കൺസിഡർ ചെയ്യണ്ട. പിന്നെ വാല്യൂസ് ചെയ്യുമ്പോൾ നോർമൽ ലോസ് മാത്രം ഡിഡക്റ്റ് ചെയ്യുള്ളൂ, വേറെ നോക്കണ്ട. പിന്നെ അബ്നോർമൽ ലോസ് ഉണ്ടോ അബ്നോർമൽ ഗെയിൻ ഉണ്ടോ നോക്കേണ്ടത്. യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്യണത് നോക്കുക. ഇൻപുട്ട് ചെയ്തതിനായിട്ടും കുറവ് യൂണിറ്റ് ആണെങ്കിൽ അത് നോർമൽ ലോസ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. കുറവ് യൂണിറ്റ് ആണെങ്കിൽ അത് അബ്നോർമൽ ലോസാണ്. കൂടുതലാണെങ്കിൽ ചെയ്ത ഇൻപുട്ടിനായിട്ടും കൂടുതലാണെങ്കിൽ അബ്നോർമൽ ഗെയിൻ ആണ്. ഇലൂസ്ട്രേഷൻ 4 ഇവിടെ മുതൽ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിന് ക്വസ്റ്റ്യനെക്കാട്ടിൽ ഒന്നുപാടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ്. അപ്പോൾ
ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലന്റ് യൂണിറ്റ് എന്നൊരു അക്കൗണ്ട് വരക്കണം. അപ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോസസ്സ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നത് 1000 യൂണിറ്റ് ആണ്. അപ്പോൾ 60% കംപ്ലീറ്റ് ആയിരുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രീവിയസ് പീരീഡിൽ 60% കംപ്ലീറ്റ് ആയിരുന്നു. ഓപ്പണിംഗ് WIP അല്ലേ. ഓപ്പണിംഗ് WIP പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ക്ലോസിംഗ് WIP ആയി തരും. അപ്പോൾ 60% തൊട്ട് മുമ്പത്തെ പീരീഡിൽ കംപ്ലീറ്റ് ആയിരുന്നു. ഇനി കറണ്ട് പീരീഡിൽ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യണോ? 40% കംപ്ലീറ്റ് ചെയ്യാണ്ട്. ഇത് മൈൻഡിൽ സെറ്റ് ചെയ്യുക. ഈ ഒരു WIPൻ്റെ കോസ്റ്റ് പറഞ്ഞാൽ 1,10,000 റുപ്പീസാണ്. ഫർദർ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് പറഞ്ഞാൽ 1000 യൂണിറ്റ് ഫർദർ ഇൻട്രൊഡ്യൂസ് ചെയ്തിന്. ഇത് 100% കംപ്ലീറ്റ് ആയ യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് എന്നത് 19,13,000. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് 19 യൂണിറ്റ്. അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 19,000 യൂണിറ്റ്. ടോട്ടൽ ഇൻപുട്ട് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നത് 1000 യൂണിറ്റ് WIPയും 10,000 യൂണിറ്റ് ഫർദർ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റും. അപ്പോൾ ടോട്ടൽ ഇൻപുട്ട് 11,000 യൂണിറ്റ് ഇൻപുട്ടാണ്. നെക്സ്റ്റ് ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്തത് 19,000 യൂണിറ്റ്. അപ്പോൾ എത്ര ഷോർട്ട് ഉണ്ട്. പിന്നെ അതിന് പുറമെ ക്ലോസിംഗ് WIP ഇൻ വർക്കിംഗ് പ്രോസസ്സ് 800 യൂണിറ്റ്. അപ്പോൾ എത്ര കംപ്ലീറ്റ് ആയിന്? 75%. ഇപ്പോൾ ക്ലോസിംഗ് WIP ആയതുകൊണ്ട് ഡ്യൂറിങ് ദ പീരീഡിലല്ലേ ഈ 75% കംപ്ലീറ്റ് ആയത്. അപ്പോൾ 75% എത്രയാണോ യൂണിറ്റ് 80%ൻ്റെ 75% യൂണിറ്റാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നോർമൽ ലോസ് അടുത്തതായിട്ട് നോർമൽ ലോസ് 10% ഓഫ് ടോട്ടൽ ഇൻപുട്ട്. ടോട്ടൽ ഇൻപുട്ട് പറഞ്ഞാൽ 11,000 അല്ലേ. 11,000ൻ്റെ മുകളിൽ 10% പറഞ്ഞാൽ 1,100 യൂണിറ്റാണ് നോർമൽ ലോസിൻ്റെ യൂണിറ്റ്. അതിന് സ്ക്രാപ്പ് വാല്യൂ തന്നാണ് ക്വസ്റ്റ്യനിൽ 10. സ്ക്രാപ്പ് വാല്യൂ 10 പെർ യൂണിറ്റാണ്. സ്ക്രാപ്പ് വാർ 100% കംപ്ലീറ്റ്. യൂസിങ് FIFO മെത്തേഡ്. 2 രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രിപ്പയർ ചെയ്യാം. FIFO മെത്തേഡിലും വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലും. അപ്പോൾ ഇലൂസ്ട്രേഷൻ 4 FIFO മെത്തേഡിലാണെങ്കിൽ ഇലൂസ്ട്രേഷൻ 5 സെയിം ക്വസ്റ്റ്യൻ ബട്ട് പ്രിപ്പയർ ഇൻ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ FIFO മെത്തേഡിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. ഈ ഒരു ഫോർമാറ്റ് നമ്മുടെ മൈൻഡിൽ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്കിത് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ ഇൻപുട്ടാണ് പർട്ടിക്കുലേഴ്സ്, ഇൻപുട്ട് പർട്ടിക്കുലേഴ്സ് ഔട്ട്പുട്ടാണ്. എമൗണ്ട് അല്ല കേട്ടോ, എമൗണ്ട് അല്ല, അതിന് വേറെ ഇൻപുട്ട് ഔട്ട്പുട്ടാണ്. ഇക്വലന്റ് യൂണിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അല്ലേ. അപ്പോൾ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഇൻപുട്ടുകളാണ് തന്നിനി? ക്വസ്റ്റ്യനിൽ തന്ന ഇൻപുട്ട് ഫസ്റ്റ് തന്നെ ഓപ്പണിംഗ് WIP അല്ലെന്ന്. ഓപ്പണിംഗ് WIP എത്ര യൂണിറ്റാണ്? 1,000 യൂണിറ്റാണ് ഓപ്പണിംഗ് WIP ആയിട്ട് വരുന്നത്. ഇനി യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്? യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് എഴുതുക. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എത്ര യൂണിറ്റ്? 10,000 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ ഇൻപുട്ട് എത്ര ആയിട്ട് വന്ന്? ടോട്ടൽ ഇൻപുട്ടായിട്ട് വന്നത് 1,000 + 10,000 11,000 ടോട്ടൽ ഇൻപുട്ടായിട്ട് വന്ന്. ഇനി വന്നത് നോർമൽ ലോസ് അല്ലേ. അല്ല, ഇനി എത്ര യൂണിറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്?
നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എത്ര യൂണിറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 9000 യൂണിറ്റ് അല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ 9000 യൂണിറ്റിൽ ഫിഫോ മെത്തേഡിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫിഫോ മെത്തേഡിലായതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഏത് ഇൻപുട്ടാണ് എടുക്കേണ്ടത്? ഫസ്റ്റ് ഓപ്പണിംഗ് WIPൻ്റെ 10000 യൂണിറ്റ് എടുത്തതിന് ശേഷം റിമൈനിങ് യൂണിറ്റ് എത്രയാണോ അതാണ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് എന്ന് എടുക്കേണ്ടത്. അപ്പോൾ 1000 ഓപ്പണിംഗ് WIP എന്നും 8000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന യൂണിറ്റ് എടുക്കണം. ഈ ഔട്ട്പുട്ടിൻ്റെ കോളത്തിൽ വരുമ്പോൾ എങ്ങനെ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് എടുക്കേണ്ടത് ഓപ്പണിംഗ് WIP. ഓപ്പണിംഗ് WIP എത്ര യൂണിറ്റാണ്? 1000 യൂണിറ്റ് അല്ലേ ഓപ്പണിംഗ് WIP വരുന്നത്. ഇനി റിമൈനിങ് എത്ര യൂണിറ്റ് വേണോ? 8000 യൂണിറ്റ്. അത് ഫ്രഷ് ഇൻപുട്ടിൽ നിന്ന് എടുക്കാം. ഫ്രഷ് ഇൻപുട്ട് 8000, ടോട്ടൽ 9000 വരും. പിന്നെ വരുന്നത് നോർമൽ ലോസ് എത്രയാണ്? നോർമൽ ലോസ് 10% ഓഫ് ടോട്ടൽ ഇൻപുട്ട് അല്ലേ നോർമൽ ലോസ് തന്നെ. ടോട്ടൽ ഇൻപുട്ട് പറഞ്ഞാൽ 11,000 10% പറഞ്ഞാൽ 1100 യൂണിറ്റ്. അതിനുശേഷം ക്ലോസിംഗ് WIP എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നാണ്. ക്ലോസിംഗ് WIP ക്ലോസിംഗ് WIP 800 യൂണിറ്റ്. ടോട്ടൽ എത്രയായിരുന്നു? 1000 അല്ല ഇവിടെ 9000. ഇത് 4 പാടി കൂട്ടി ചെയ്താൽ എത്ര വരും? 10,900 വരുള്ളൂ. ബാക്കി ഒരു 100 ഷോർട്ട് ഉണ്ട്. അതെന്തായിട്ട് വരും? അബ്നോർമൽ ലോസ് ആയിട്ട് വരും. അബ്നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം ക്വസ്റ്റ്യനിൽ ഉണ്ട് എന്നുള്ളത്. ഷോർട്ടേജ് വരുന്നുണ്ട്. അബ്നോർമൽ ലോസ് ഹൺഡ്രഡ് യൂണിറ്റ്. നോർമൽ ലോസ് അബ്നോർമൽ ലോസും കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇക്വലൻ്റ് യൂണിറ്റിലേക്ക് മാറ്റണം. ഇക്വലൻ്റ് യൂണിറ്റിലേക്ക് മാറ്റണം ഈ ഒരു യൂണിറ്റുകളെല്ലാം. അപ്പോൾ ഇക്വലൻ്റ് യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം എത്രയാണ് ഓരോ യൂണിറ്റിൻ്റെയും പെർസെൻറ്റേജ് നോക്കുക. ഓപ്പണിംഗ് WIP ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് വരുന്നത്? കംപ്ലീറ്റ് ആയത് 6% അല്ല 60% അല്ലേ പ്രീവിയസ് പീരീഡിൽ കംപ്ലീറ്റ് ആയത്. ഇനി ഡ്യൂറിങ് ദ പീരീഡിൽ എത്ര പാടി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യാണ്ട്? 40% കറണ്ട് പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇതിവിടെ ഇതാ ഫ്രഷ് യൂണിറ്റ് 100% കംപ്ലീറ്റ് ആണ്. നോർമൽ ലോസ് വേണ്ട, നില്ലാക്കി എടുക്കുക. WIP ക്ലോസിംഗ് WIP എത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ് ആക്കിയത്? 75%. ക്ലോസിംഗ് WIP ആയതുകൊണ്ട് ഈ 75% കറണ്ട് പീരീഡിലാണ് കംപ്ലീറ്റ് ആക്കിയത്. കറണ്ട് പീരീഡിൽ എത്രയാണോ കംപ്ലീറ്റ് ആക്കിയത് ആ പെർസെൻറ്റേജാണ് ഇക്വലൻ്റ് യൂണിറ്റിൽ എടുക്കുമ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത്. ഇനി അബ്നോർമൽ ലോസ് എത്ര പെർസെൻറ്റേജാണ് കംപ്ലീറ്റ് ആക്കിയത്? 100% കംപ്ലീറ്റ് ആക്കിയത്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇക്വലൻ്റ് യൂണിറ്റിലേക്ക്. 1000 40% വരുമ്പോൾ 400 യൂണിറ്റ്. 8000 70% ക്ലോസിംഗ് WIP 800ൻ്റെ 75% 600. അബ്നോർമൽ ലോസ്
100 യൂണിറ്റ്. അപ്പോൾ ഇക്വലൻറ്റ് യൂണിറ്റ് എത്രയായി വരും? ഇക്വലൻറ്റ് യൂണിറ്റ് വരുന്നത് 9100 യൂണിറ്റാണ് ഇക്വലൻറ്റ് യൂണിറ്റ് എന്നത്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇനി രണ്ടാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ വെച്ചാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് പെർ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് രണ്ടാമതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് പെർ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ കോസ്റ്റ് എത്ര നോക്കുക. ടോട്ടൽ കോസ്റ്റ് എന്നത് ഇവിടെ വരുന്നത് ക്വസ്റ്റ്യനിൽ തിന്നണമല്ലോ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫ്രഷ് യൂണിറ്റിൻ്റെ 19,30,000 അല്ലേ. ഇത് ഫിഫോ മെത്തേഡ് ആയതുകൊണ്ട് കേട്ടോ 19,30,000. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ചേഞ്ച് വരും, വെയ്റ്റഡ് ആവറേജ് വരുന്നു. അത് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ഇനി നോർമൽ ലോസ് സ്ക്രാപ്പ് വാല്യൂ ഇല്ലേ, അപ്പോൾ എത്ര എമൗണ്ട് കുറക്കണോ? നോർമൽ ലോസിൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ 1100 യൂണിറ്റ് അല്ലേ, അതിൻ്റെ സ്ക്രാപ്പ് 10 പെർ യൂണിറ്റ്. അപ്പോൾ എത്ര വരും കുറക്കേണ്ടത്? നോർമൽ ലോസ് ആയിട്ട് 11,000 നമ്മൾ ഇതിന് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഇക്വലൻറ്റ് യൂണിറ്റ് അല്ലേ, ഇക്വലൻറ്റ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വലൻറ്റ് യൂണിറ്റ് കണ്ടെത്തുന്നത്, ആ ഒരു ഫോർമാറ്റൊക്കെ വെച്ച് ചെയ്യണത്. അപ്പോൾ ഇത് എത്ര പെർ യൂണിറ്റ് തന്നെ നോക്കാം. 210.88. ഈ ഒരു കോസ്റ്റ് പെർ ഇക്വലൻറ്റ് യൂണിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എന്തിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? വാല്യൂ ചെയ്യുമ്പോൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റ് ഇല്ലേ, എത്രയാണ് ആ യൂണിറ്റ്? 9,000. അതേമാതിരി അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റ് വരുന്നത്? അബ്നോർമൽ ലോസ് 100 യൂണിറ്റ്. പിന്നെ WIPൻ്റെ ഓപ്പണിങ് WIPയും ക്ലോസിങ് WIPയും ഈ ഒരു യൂണിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കോസ്റ്റ് പെർ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സെയിം പ്രോബ്ലം വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ എങ്ങനെയാണ്, എവിടെയൊക്കെ ചേഞ്ച് വരുന്നത്, അത് മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫോർമാറ്റ് ഇതന്നെ വരുന്നത് ഇക്വലൻറ്റ് യൂണിറ്റ് അണ്ടർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഓപ്പണിങ് ടോട്ടൽ ഇൻപുട്ട് സെയിം ആണ്. ഇനി ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. ഈ ഒരു ഏരിയ ഇവിടെ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഓപ്പണിങ് ഫിഫോലായതുകൊണ്ടാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റിനെ ഫസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്, ഓപ്പണിങ് WIPനെ ഫസ്റ്റ് യൂസ് ചെയ്യണത്. ഇവിടെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ ഫ്രഷ് ഇൻപുട്ടിൽ നിന്ന് മാത്രം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. ഈ 10,000-ന് 9,000 യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് വന്ന ചേഞ്ച്.
അതുകൊണ്ട് തന്നെ ഇക്വലൻ്റ് യൂണിറ്റ് ചേഞ്ച് വരും. നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട യൂണിറ്റ് പറഞ്ഞാൽ എത്ര യൂണിറ്റ് വേണ്ടി? 9000 യൂണിറ്റ് അല്ലേ? ഈ 9000 യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ഇൻപുട്ടിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ 9000 യൂണിറ്റ് അതിൻ്റെ 100% പറഞ്ഞാൽ 9000 യൂണിറ്റ് തന്നെ. ഇനി വന്ന ചേഞ്ച് എവിടെ വെച്ചാൽ ഇവിടെ ഇക്വലൻ്റ് യൂണിറ്റിന് മാറില്ലേ? 9000 + 600 + 100 ആയി. അപ്പം ടോട്ടൽ ഇക്വലൻ്റ് യൂണിറ്റ് എത്ര എമൗണ്ട് വരും? 9700 ആയി. ഇനി ഇവിടെ ഇത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ ഈ ചേഞ്ച് വരുന്ന ഏരിയ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യാണ്. ഇവിടെ ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഓപ്പണിങ് WIPൻ്റെ കോസ്റ്റ് ഫസ്റ്റ് എടുക്കുക. 1,10,000 പ്ലസ് എത്രയാണോ ഇത് വരുന്നത് കറൻറ്റ് പീരീഡത്തെ കോസ്റ്റ് ഓഫ് പ്രോസസ് വരുന്നത് 13,000. അപ്പോൾ ഇതാണ് കോസ്റ്റ്. ഇതിൽ നിന്നാണ് നോർമൽ ലോസ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നോർമൽ ലോസ് എത്ര എമൗണ്ട് വരുന്നത്? സെയിം എമൗണ്ട് തന്നെ 11,000 നോർമൽ ലോസ് ഉണ്ട്. പിന്നെ ഇക്വലൻ്റ് യൂണിറ്റ് ഇവിടെ നിന്ന് മാറി. ഇക്വലൻ്റ് യൂണിറ്റ് 9,700 യൂണിറ്റാണ് ഇക്വലൻ്റ് യൂണിറ്റ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് പെർ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിന് ചേഞ്ച് വന്നില്ലേ? $209.18 ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ. ഇത് വെച്ചിട്ട് ഓപ്പണിങ് WIP ക്ലോസിങ് WIP നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റും പിന്നെ അബ്നോർമൽ ലോസും വാല്യൂ ചെയ്യുക. ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കവർ ചെയ്തതിന് ഏരിയാസ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ഒരു റസ്ക് പ്ലാനിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യും. അപ്പോൾ ആ റസ്ക് എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ഡിഫറെൻറ്റ് പ്രോസസ്സിങ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിനെ ഒന്ന് സിമ്പിളാക്കാൻ നോക്കി. അതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്ത്, പിന്നെ നോർമൽ ലോസ് അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഇലൂസ്ട്രേഷൻസും ഡിസ്കസ് ചെയ്ത്, അത് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഫോർമാറ്റ് അവിടുന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നെ ആ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമ്മൾ കവർ ചെയ്യാനുള്ള ഏരിയാസ് ഇൻ്റർ പ്രോഫിറ്റ് ഇലൂസ്ട്രേഷൻ 7, പിന്നെ വരുന്നത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഫുള്ളും വരുന്നത് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് നമ്മൾ കവർ ചെയ്യും. പിന്നീട് നമ്മൾ കോസ്റ്റ് ഷീറ്റിലൊക്കെ പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.